ഹായ്, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും, എല്ലാ കൂട്ടുകാർക്കും റാഹത്തല്ലേ? ഞാൻ കുറേ ദിവസമായിക്കണ് വീഡിയോയിൽ ഞാൻ ഇത് പറയാറില്ല, ഇനി ഷോർട്ടാക്കി വിടാറാണ്. പക്ഷെ വീഡിയോയിൽ പറയുമ്പോൾ എന്തോ ഒരു പപ്പഴ പോലെയാണ്. പക്ഷെ സംസാരിക്കാഞ്ഞിട്ടല്ല, നമ്മളെ കാര്യത്തിനൊക്കെ നമ്മൾ തന്നെ പുറത്ത് പോവാറ്. അപ്പോൾ പറയുമ്പോൾ എന്തോ ഇതുപോലെ ഇനിയിപ്പോൾ ആളുകൾ എന്തേ കളിയാക്കിയെങ്കിലോ എന്നുള്ള ഇതിലാണ് പിന്നെ ഞാൻ കൂടുതലും ഇത് പറയാത്തത്, സംസാരിക്കാത്തത്. അപ്പോൾ ഇന്ന് നമുക്ക് ചപ്പാത്തിയും കോഴിക്കറിയാണ് ഇന്ന് രാവിലെ. അപ്പോൾ ചപ്പാത്തിൻ്റെതൊക്കെ ഞാൻ കൂടുതലായിട്ടൊന്നും എടുത്തിട്ടില്ല, പക്ഷെ എന്നാലും ചെറുതായിട്ടൊന്ന് വീഡിയോ എടുത്തതാണ്. അപ്പോൾ ചപ്പാത്തിയൊക്കെ പൊടിയൊക്കെ അപ്പുറത്ത് കുഴക്കുന്നുണ്ട്, കറി ഇപ്പുറത്ത് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ കറി വേവാറായിക്കണം, ആ കറി കൊണ്ട് ഇറക്കിയിട്ട് വേണം ഇനി ചപ്പാത്തിക്ക് കല്ല് വെക്കാൻ. അപ്പോൾ 2 അടുപ്പുണ്ട്, പക്ഷെ ഒരടുപ്പിലാണ് കത്തിക്കാറുള്ളൂ. അപ്പുറത്തെ അടുപ്പുണ്ട്, അത് ചെറിയ അടുപ്പാണ്. പക്ഷെ ഈ ഒരടുപ്പ് മതിയല്ലോ, ഇത് കഴിഞ്ഞിട്ട് പിന്നെ വെറുതെ തീ വേസ്റ്റാക്കണ്ടെന്നുള്ളതിലാണ്. പിന്നെ അതിനെ തിരക്കുള്ളവരും ഇല്ല. അപ്പോൾ കറിയൊക്കെ അയക്കണം, ഇനി കറി വറവിടാനുള്ളൂ. കറി വറവിട്ട് ഇങ്ങോട്ട് ഇറക്കി വെച്ചിട്ട് വേണം ഇനിയിപ്പോൾ ചപ്പാത്തി ചുടാൻ. ചപ്പാത്തി അപ്പുറത്ത് അതാണ് കറി വറവിട്ട് ഇനിയിപ്പോൾ ഇറക്കുകയാണ്. അതുകൂടെ ഉണ്ട് കഴിഞ്ഞ് ഇനിയിപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കാം. ഞാൻ ചായപരിപാടിയൊക്കെ കഴിഞ്ഞ്, ചായടിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു ചമ്മന്തി ഉണ്ടാക്കുകയാണ്. ഇന്ന് ചോറിന് കറി ഇത് മുരിങ്ങാക്കായൻ്റെ കറിയാണ്. അപ്പോൾ അതിൽക്കൂടി ഇനിയിപ്പോൾ ഒരു ചമ്മന്തി ഉണ്ടാക്കുകയാണ്. അത് മിക്സിയിലിട്ടാൽ ഇവിടെ തീരെ പറ്റൂല, അപ്പോൾ അമ്മിമ്മ തന്നെ അരക്കണം. അപ്പോൾ ചമ്മന്തിൻ്റെ പരിപാടിയും കഴിയാനായി. പിന്നെ ചോറ് അടുപ്പത്തുണ്ട്. ചോറിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല, അപ്പോൾ എല്ലാവരും ഉണ്ടാക്കണതല്ല, അത് കാരണം ചോറിൻ്റെതൊന്നും ഞാൻ എടുത്തിട്ടില്ല. പിന്നെ വെറുതെ ഇങ്ങനെ വീഡിയോ നീട്ടിക്കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഓരോ അതും ഇതും പറഞ്ഞിട്ട്, അപ്പോൾ ചിലർക്ക് തീരെ ഇഷ്ടപ്പെടില്ല വീഡിയോ. നമ്മൾ ചാനൽ ഇത് ഇട്ടിട്ട് തന്നെ ആരും നോക്കണില്ല. അപ്പോൾ എന്തോ പോലെയാണ്. എന്തെങ്കിലുമൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ടിട്ടാൽ ആൾക്കാർ നോക്കിയെങ്കിലല്ലേ നമുക്ക് മനസ്സിനൊരിതുള്ളൂ. അപ്പോൾ ആരും നോക്കാത്ത കാരണം എന്തോ മനസ്സിനൊരു ടെൻഷനാണ്. അപ്പോൾ ചോറൊക്കെ അയക്കണേ. ഇനിയിപ്പോൾ ഇത് വീഡിയോ എടുക്കാൻ വേണ്ടി ചോറ് എടുക്കുകയാണ്. വീഡിയോ എടുത്തിട്ട് അതിൻ്റെ ശേഷം ഇനിയിപ്പോൾ നിസ്കാരം ഇതൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ചോറ് തിന്നാൻ പോവുകയാണ്. ഇതൊക്കെയാണ്ട് കഴിഞ്ഞുകൊണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യണം കേട്ടോ, മറക്കരുത്. പിന്നെ നിങ്ങളെ സപ്പോർട്ടും പ്രാർത്ഥനയും സപ്പോർട്ടൊക്കെ എപ്പോഴും ആവശ്യമാണ് കേട്ടോ. പക്ഷെ നമ്മളിതിൽ തീരെ നമുക്ക് സബ്സ്ക്രൈബ് ഒന്നുമില്ല കേട്ടോ. എന്നാൽ ശരി, ഇൻഷാ അല്ലാഹ്.